എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം, ഒന്ന് നിർത്തണം. ഇവിടെ നിർത്തണം, ഒന്ന് നിർത്തണം, അത്യാവശ്യമാണോ? രാമൻ കേറി വണ്ടി എടു. എടാ, നമ്മൾ എവിടൊക്കെ പോയി, ഇനി എന്തായാലും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലം പിടിക്കണം. എനിക്കിനി അഡ്വഞ്ചർ മതിയടാ. ഒരെണ്ണം അടിച്ചപ്പോഴേ ഫിറ്റായി. എടാ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കിളിക്കുറിച്ച് കാട്ടിപ്പോയാലോ? എടാ, അവിടെ കേറ്റി വിടത്തില്ല, പ്രശ്നമാടാ. എടാ, കേറ്റിയൊക്കെ വിടാൻ നമ്മുടെ കയ്യിൽ ആളൊക്കെ ഉണ്ട്. നിനക്കൊക്കെ വരാൻ പറ്റുമോ? പറഞ്ഞു പറ. എടാ, കിളിക്കുറിച്ചിയല്ല, ആമസോൺ കാടാണെങ്കിൽ ഞങ്ങള് അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ട്രിപ്പ് കിളിക്കുറിച്ച്. എന്നെ പറ്റിച്ചിട്ട് പോവാന്ന് കരുതിയ നീ അല്ലയോ? അതാ നീ ഇങ്ങനെ ഇരിക്കുന്നേ. എന്നെ പറ്റിച്ച ആരെ ഞാൻ വെറുതെ വിടത്തെ? ഈ ലോകത്തിനെ ലോകത്തിനെ ശരിക്കും പുള്ളി എവിടെ വെച്ചാ മിസ്സായത്? കൃത്യമായിട്ട് അറിയത്തില്ല സാറേ. കുറച്ചങ്ങോട്ട് പോകുമ്പോ ഒരു പാലമൊക്കെ ഉണ്ടല്ലോ. ഓ, അത് സൂയിസൈഡ് പോയിന്റാ. അങ്ങോട്ട് ആരെയും കടത്തി വിടാത്തതാ. ഞങ്ങൾക്ക് അറിയായിരുന്നു, പക്ഷേ ട്രിപ്പ് ഒരു അഡ്വഞ്ചർ ആയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനൊന്നും ചിന്തിക്കാൻ. അയാൾ ഇനി ഈ കാട്ടിൽ എവിടാന്ന് പറഞ്ഞ് തപ്പാനാ? ഫോറസ്റ്റുകാർ പോലും ഈ കാട്ടിൽ കയറത്തില്ല. എന്താ സാറേ, വന്യമൃഗങ്ങൾ വല്ലതും ഉണ്ടായോണ്ടാണോ? വന്യമൃഗങ്ങളാണെങ്കിൽ പിന്നെ സഹിക്കാം. ഈ കാട്ടിൽ സോംബിയുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്നാണ് ഈ ഇടയ്ക്ക് വന്ന റിപ്പോർട്ട്. ഏറ്റവും പുതിയ ബ്രേക്കിംഗ് ന്യൂസ്. കേരളത്തിലെ കാടുകളിൽ സോംബിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പുതിയ വന്ന റിപ്പോർട്ടുകൾ. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ കണ്ടുവരുന്ന സോംബി ഇത് കേരളത്തിൽ ആദ്യമാണ്. ഇത് എങ്ങനെ കേരളത്തിൽ വന്നുവെന്ന് ഒരു ഐഡിയയുമില്ല. ഇതിന്റെ പുറകിൽ സർക്കാർ എന്തെങ്കിലും അട്ടിമറി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും സംശയമുണ്ട്. അല്ല, അതൊക്കെ അങ്ങ് അമേരിക്കയിലൊക്കെ ഇല്ലേ? ഇതെങ്ങനെയാ നമ്മുടെ കാടുകളിൽ വന്നത്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എനിക്ക് രാഹുൽ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിയെ കുറച്ചാളിന് മുമ്പ് തന്നെ കാണുന്നില്ലായിരുന്നു. അയാളെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അയാൾ ലാസ്റ്റ് കൺസൾട്ട് ചെയ്തിരിക്കുന്നത് ഫെർണാണ്ടോ എന്ന് പറഞ്ഞൊരു ഡോക്ടറിനെയാണ്. സാറേ, അതും ഇതും തമ്മിൽ എന്തോ ബന്ധം? ആ ക്ലിനിക്കിലെ ഡോക്ടർ അയാൾക്ക് കുഷ് എന്ന് പറഞ്ഞൊരു ഡ്രഗ് കൊടുത്തു. ഈ കുഷ് എന്താ? മനുഷ്യന്മാരുടെ അസ്ഥി ചേർത്തുണ്ടാക്കുന്ന ഒരു സോംബി ഡ്രഗ്, അതാണ് കുഷ്. ഇതൊരു പരിധിയിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് മൃഗത്തിന്റെ സ്വഭാവം. ഇതിന് അതുകൊണ്ടാണ് സോംബി ഡ്രഗ് എന്നുള്ളൊരു വിളിപ്പേരും കൂടെ ഉള്ളത്. ഹലോ, ഇവിടെ ആരും ഇല്ലേ? ആ സാറേ സാറേ ഞാൻ ചെക്കപ്പിന് വേണ്ടി വന്നാ, പക്ഷെ ഇവിടെ ആരും ഇല്ല. അതാ എന്റെ കണ്ണിൽ കുഴുവാണോ? ഞാൻ ഇവിടെ കിടക്കുന്നല്ലോ. ചെക്കപ്പ് ചെയ്യണല്ലേ? അവിടെ രാവിലെ ഉണ്ടോ? രാവിലോട്ട് വരി, ആള് വരും. സാറേ, ഈ അവസ്ഥയ്ക്ക് എന്തോ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നീ ആദ്യം അങ്ങോട്ട് ചെല്ല്, ഞാൻ പറയാരാ. ഞാൻ ചെയ്തോളാം കേട്ടോ, ഞാൻ ചെയ്തോളാം.
അല്ല ആ ഡോക്ടർ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? ശരിക്കും പറഞ്ഞാൽ ആ ഡോക്ടറിന്റെ കാമുകി അയാളെ ചതിച്ചായിരുന്നു. അയാൾ ഭയങ്കര ഡിപ്രഷനിലോട്ട് പോയി. ചുറ്റുമുള്ള എല്ലാവരും അയാളെ പറ്റിക്കുന്നതായിട്ട് അയാൾക്കൊരു തോന്നൽ വന്നു. സ്വന്തം കാമുകിയെ കൊന്ന് അവരുടെ അസ്ഥി എടുത്ത് അയാൾ ഈ ഡ്രഗ് ഉണ്ടാക്കി. കൺസൾട്ടേഷന് വന്ന് എൻ്റെ കൂട്ടുകാരന് ആ ഡ്രഗ് പരീക്ഷിക്കുകയും ചെയ്തു. അപ്പൊ സാറ് പറഞ്ഞു വരുന്നേ അയാൾ ഈ കാട്ടിലുണ്ടെന്നാണോ? ഈ കടുവയും പുലിയുടെയൊക്കെ സാന്നിധ്യം പരീക്ഷിക്കാൻ കുറച്ച് ക്യാമറ വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഇവൻ്റെ കുറച്ച് ഫുട്ടേജസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവൻ ഈ കാട്ടിൽ തന്നെ ഉണ്ട്. അല്ല അപ്പൊ ഞങ്ങളുടെ സുഹൃത്ത് നിങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. സുഹൃത്തിനെ അങ്ങ് മറന്നേര്. സാറേ അവനില്ല ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. സാറിന് പറ്റത്തില്ല, വേണ്ട, ഞങ്ങൾ തെരഞ്ഞോളാം. നിങ്ങളുടെ കൂട്ടുകാരനെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനായിരിക്കും നഷ്ടപ്പെടുന്നത്. പൊക്കോട്ടെ, കുഴപ്പമില്ല, ഞങ്ങൾക്ക് അവനാ സാറേ വലുത്. വാടാ നോക്കാം. ഹലോ, കാടിനകത്തുള്ള ക്യാമറകൾ മൊത്തം ഒന്ന് നിരീക്ഷിക്കണേ. ഞാൻ അങ്ങോട്ട് വരിക. അനീഷേ, അനീഷേ, ഇടാ. അയ്യടാ, എനിക്കും വയ്യടാ. വാ നമുക്ക് അവിടെ പോയിരിക്കാം. എത്ര മണിക്കൂറായിട്ട് തപ്പുന്നടാ അവനെ. എനിക്ക് പേടി തോന്നടാ, നമുക്ക് പാ. എടോ, താനുണ്ടാക്കി ഈ സോമി ഡ്രഗ് കാരണം ഇപ്പൊ എത്ര പേർക്ക് അത് ബാധിച്ചേക്കുന്നതെന്ന് അറിയാവോ? ബാധിക്കണം സാറേ, ബാധിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. ലോകം മുഴുവൻ നശിക്കണം. എടോ, തന്നെ ഞങ്ങൾ വെറുതെ വിടാം. ഇതിനൊരു പ്രതിവിധി പറ. പ്രതിവിധി ഒന്നേ ഉള്ളു സാറേ, എല്ലാരും ചാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരെയും പറ്റിക്കുന്നവന്മാരെല്ലാരും ചാവണം, എല്ലാരും. അങ്ങോട്ട് നോക്കിയേ, അനീഷല്ലേ അത്? ആണടാ അനീഷേ. ഓ, എത്ര നേരം കൊണ്ട് തിരക്കുവാന്നറിയോ? അനീഷേ, അനീഷേ, നീ എന്താണ് ഒന്നും മിണ്ടാത്തെ? എടാ എത്ര നേരം കൊണ്ട് തപ്പുവാന്നറിയോ? ഒരെണ്ണം അങ്ങ് കൊടുക്കണം അല്ലയോ? തലയ്ക്ക് കൊടുക്ക്. അതാ ഇങ്ങ് നോക്കണം. അനീഷേ, എന്തുവാടാ? ഇനിയിപ്പൊ ചാവുമ്പോ സാറും സാറിന്റെ ഡിപ്പാർട്ട്മെന്റ് വാ. എടോ, ഇവിടെ ഇവൻ ആരുടെ ദേഹത്ത് ഡ്രഗ് വെച്ചിട്ടുണ്ട്. എല്ലാവരും അവരുടെ ദേഹം നോക്കി.